നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ ആകെ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റും നിലവിൽ എൽ ഡി എഫിനൊപ്പമാണ്. ഒരൊറ്റ സീറ്റ് പോലും എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. പണ്ടൊക്കെ പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും എറണാകുളവുമായിരുന്നു സി പി മധ്യകാലത്തിലെത്തുമ്പോഴും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമെങ്കിൽ കഴിഞ്ഞ 2 തവണയും പത്തനംതിട്ട അടിമുടിച്ചു വന്നു. എന്നാൽ ഇക്കുറി സി പി എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ല. അവസാനം വരെ പ്രതീക്ഷയുണ്ടായിരുന്നത് കോന്നിയായിരുന്നു. കോന്നിയിൽ പിണറായി വിജയൻ എത്തി വീട്ടിൽ പോയി ചോദിക്കട എന്ന ഒറ്റ മുദ്രാവാക്യം ഉയർത്തിയതോടെ യു ഡി എഫുകാർക്ക് ആവേശവും കൂടി സഖാക്കൾ നിരാശരുമായി. കോന്നി അടക്കം സകലയിടങ്ങളിലും ഇക്കുറി യു ഡി എഫ് വിജയിച്ചേക്കും എന്ന സാഹചര്യം രൂപപ്പെട്ടു. വാസ്തവത്തിൽ പത്തനംതിട്ടയിൽ 5 കാര്യമായ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ എൽ ഡി എഫിനുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ തിരുവല്ലയിൽ മാത്യു ടി തോമസിന് 12,000 വോട്ട് മാത്രമാണ് അധികം നേടാൻ കഴിഞ്ഞത്. അടൂരിലും റാന്നിയിലും 2,000 വോട്ടിൽ താഴെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തോറ്റത്. അല്പം ഭേദപ്പെട്ട ഭൂരിപക്ഷം ആറന്മുളയിൽ മാത്രമായിരുന്നു. വീണ ജോർജിന് അവിടെ കിട്ടിയത് 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇക്കുറി സ്ഥിതിഗതികൾ ആകെ മാറിയെന്നും ഭരണവിരുദ്ധ വികാരവും വീണ ജോർജ് വിരുദ്ധ വികാരവും ഒക്കെ കൂടിക്കലർന്ന് പത്തനംതിട്ട അടിമുടി ചുവപ്പുമായുമെന്നുമാണ് റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിൽ യഥാർത്ഥ സ്ഥിതി അറിയാൻ തിരുവല്ലയിൽ സംഭവിക്കുന്നത് അറിഞ്ഞാൽ മതി. 4 തവണ തുടർച്ചയായി തിരുവല്ലയിൽ മത്സരിച്ച് ജയിച്ചത് മാത്യു ടി തോമസ് എന്ന ദൾ നേതാവാണ്. ഒരു മാർത്തോമാ സഭ വൈദികന്റെ മകനായതുകൊണ്ട് തന്നെ മാർത്തോമാ സഭയുടെ പൂർണ്ണ പിന്തുണ മാത്യു ടി തോമസിനായിരുന്നു. എന്നാൽ ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്ന വർഗീസ് മാമൻ മറ്റൊരു മാർത്തോമാ സഭ വൈദികന്റെ മകനാണ് എന്ന് മാത്രമല്ല, വർഗീസ് മാമന്റെ ഒരു സഹോദരനും മാർത്തോമാ സഭയിൽ സ്വാധീനമുള്ള വൈദികനാണ്. മാത്യു ടി തോമസിനേക്കാൾ കൂടുതൽ സ്വാധീനം മാർത്തോമാ സഭയിലുള്ളത് വർഗീസ് മാമനാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ മാർത്തോമാ സഭ ഇക്കുറി പിന്തുണ കൊടുക്കുന്നത് മാത്യു ടി തോമസിനല്ല, വർഗീസ് മാമനാണെന്നർത്ഥം. 20 വർഷം തുടർച്ചയായി ജനപ്രതിനിധിയായതും ഭരണവിരുദ്ധ വികാരവും മാർത്തോമാ സഭയുടെ മാറിയ നിലപാടുമൊക്കെ പരിഗണിക്കുമ്പോൾ ഇക്കുറി മാത്യു ടി തോമസിന്റെ നില പരിങ്ങലിലാവും. മാത്യു ടി തോമസിന്റെ പ്രചരണ ചുമതല ഒരു തവണ വഹിച്ച മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു പ്രധാന നേതാവായ ഷാജി കാരക്കലിനോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു. ഐക്യദീപം എന്ന സഭയുടെ മാഗസിന്റെ പത്രാധിപ സമിതി അംഗവും സഭയിലെ ആത്മായരുടെ പ്രധാന പദവികളിൽ ഒക്കെ ഇരുന്ന ആളുമായ ഷാജി എനിക്കയച്ച സന്ദേശത്തിൽ എണ്ണി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മാത്യു ടി തോമസിന് പകരം വർഗീസ് മാമൻ ഇക്കുറി ജയിക്കാൻ സാധ്യതയെന്ന്. തിരുവല്ലയിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥിതി എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. ഷാജി പറഞ്ഞത് കേൾക്കുക. തിരുവല്ലയിലെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ഇപ്പം ജസ്റ്റ്. അതിൽ തിരുവല്ലയെ പറ്റി പറയുന്ന ഭാഗത്ത് വർഗീസ് മാമനെ പറ്റി പറയുന്നുണ്ടല്ലോ. വർഗീസ് മാമനും ഒരു വൈദികന്റെ മകനാണെന്നുള്ളത്. വർഗീസ് മാമന്റെ പിതാവ് മാത്രമല്ല വൈദികൻ, ഒരു സഹോദരനും മാർത്തോമാ സഭയിലെ ഒരു വൈദികനുമാണ്. അതുപോലെ ഏതോ ഒരു കീ പോസ്റ്റിലുമാണ് ആ വൈദികൻ. അപ്പൊ അതുപോലെ തന്നെ മുൻ ട്രസ്റ്റി ആയിരുന്നു പുള്ളി ആഗോള മാർത്തോമാ സഭയുടെ. ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, തിരുവല്ല എന്ന് പറയുന്നത് ആഗോള മാർത്തോമാ സഭയുടെ കേന്ദ്രമാണല്ലോ. അപ്പോൾ അവിടെ എക്കാലത്തും ഒരു മാർത്തോമാ സഭക്കാരൻ വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അഭിമാനം. അപ്പം അത് ഇടതാണേലും വലതാണേലും അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം രണ്ടുപേരും മാർത്തോമാക്കാരനായതുകൊണ്ട് പഴയ ആളിനെ അങ്ങ് ഒതുക്കിയേക്കാന്നുള്ള ചിന്തയാണ് ഇപ്പം പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ വർഗീസ് മാമന്റെ വിജയസാധ്യത 100% എത്തിയിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിനും പുറമെ കഴിഞ്ഞ ദിവസം ബ്ലെസ്സി, നമ്മുടെ സംവിധായകൻ ബ്ലെസ്സി 24-നും ഏഷ്യാനെറ്റിനും കൊടുത്തൊരു ബൈറ്റുണ്ട്. ഇപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 കൊല്ലമായിട്ട് ഈ തിരുവല്ലയെ പിന്നോട്ടടിച്ചു, സാംസ്കാരികപരമായ അപജയങ്ങളുണ്ടായി, അത് വീണ്ടെടുക്കണം, അതിനൊരു മാറ്റം വരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് മാത്യുറ്റിക്കെതിരെ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് ഞാൻ എൻ്റെ FB പോസ്റ്റ് ചെയ്തിട്ട് തന്നെ ഏതാണ്ട് ഒരു 100, ഇന്നലെ വൈകിട്ട് നോക്കുമ്പോൾ 100 ഷെയർ കഴിഞ്ഞു, ഏതാണ്ടൊരു 550ഓളം ലൈക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഏറെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ബ്ലെസ്സിയുടെ ആ ബൈറ്റ്. അപ്പം ബ്ലെസ്സിക്കെതിരെ ഇപ്പം കുറച്ച് CPM-കാരൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. എത്ര നാളും സംസ്ഥാന അവാർഡും അതും ഇതൊക്കെ ഇടതുപക്ഷത്തെ ചാരി നേടിയെടുത്തിട്ട് ഇപ്പം ഇടതുപക്ഷത്തെ ഊറ്റിക്കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട്. പക്ഷേ ബ്ലെസ്സിക്ക് അങ്ങനെയുള്ള ചാഞ്ചാട്ടമൊന്നും ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ തിരുവല്ലയിൽ വലിയൊരു അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, മാത്യുറ്റിയുടെ പരാജയം കഴിഞ്ഞ കൊല്ലം തന്നെ ഇവിടുത്തെ CPM-ന്റെ തലമുതിർന്ന നേതാക്കന്മാർ ആഗ്രഹിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇലക്ഷൻ്റെ അന്നേ ദിവസം 11 മണി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബൂത്ത് പോലും സജീവമല്ലായിരുന്നു. പല പഞ്ചായത്തുകളിലും, ഞങ്ങളുടെ പഞ്ചായത്തുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാനൊരു 11 മണി കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത്
ഒരു പൂത്ത് പോലും എങ്ങും കാണില്ല. ഞാൻ പിന്നെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം സ്ഥിതി തന്നെ. ഞാൻ അന്ന് നേരെ മാത്തുറ്റിയെ വിളിച്ച്, മാത്തുറ്റി അല്ല, ഞാൻ അലക്സ് കണ്ണമല ജില്ലാ പ്രസിഡന്റാണ് അവരുടെ, പുള്ളിയെ വിളിച്ച കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഓരോ ഡെസ്കൊക്കെ കൊണ്ടുവന്ന് ഓരോ ബൂത്തുകളൊക്കെ തുടങ്ങിയത് തന്നെ. അപ്പം പുള്ളിയോട് അത്രമാത്രം അവർക്കിടയിൽ തന്നെ ഒരു വേർപ്പുണ്ട്. അതിന് മാത്തുറ്റി നല്ലൊരു മനുഷ്യനാണ് എന്നതുപോലെ തന്നെ നിർഗുണനുമാണ്. ഒരു ഉപകാരം ആർക്കും ഉണ്ടാകത്തില്ല. കാര്യം പുള്ളി സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കത്തുള്ളൂ. പുള്ളിയുടെ തടി കേടാകാത്ത രീതിയിൽ ഒരു അഴിമതിക്കാരൻ എന്നുള്ള ലേബിൾ കിട്ടാതിരിക്കാൻ എങ്ങനെയൊക്കെ പെരുമാറണോ അതൊക്കെയാണ് പുള്ളിയുടെ ലക്ഷ്യങ്ങൾ. നമ്മളൊരു ആവശ്യം പറഞ്ഞാലും നേരെ ആ ഓഫീസിലായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുകൂടെ. അല്ലാതെ ഒരു വാക്കൊന്നും പുള്ളിയുടെ ഭാഗത്തില്ല. നിയമപരമായി ചെയ്യാൻ സാധിക്കാത്ത വിഷയങ്ങളിലാണല്ലോ ആൾക്കാർ സഹായിക്കണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ അതിൽ പുള്ളി ഒരു വിട്ടുവീഴ്ചയൊന്നും ഇല്ല, അത് നടക്കത്തുമില്ല. അങ്ങനെ ആ ഓരോ വിഭാഗങ്ങളെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പുള്ളി ജയിച്ചുകൊണ്ടിരുന്നത് മർത്തോമക്കാരൻ എന്നുള്ള ലേവലിലാണ്. കാരണം തിരുവല്ല ആഗോള മർത്തോമ സഭയുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞ പോലെ മർത്തോമക്കാർ ബൾക്കായിട്ട് ഇതിപ്പം UDP-യിലാണോ ഇടതുപക്ഷത്തിലാണോ ആര് മർത്തോമക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെയല്ല. മർത്തോമക്കാരനാണെങ്കിൽ അവർ ഉറപ്പായിട്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇതാണ് സഭയുടെ കേന്ദ്രമാണ് തിരുവല്ല, അതുകൊണ്ട് അവിടെ ഒരു മർത്തോമക്കാരൻ വരണമെന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ഇപ്രാവശ്യം രണ്ടുപേരും മർത്തോമക്കാരായി. സഭയിൽ കൂടുതൽ സ്വാധീനമുള്ളത് വർഗീസ് മാവനാണ്. അതുകൊണ്ട് വർഗീസ് മാവന് ഈ പ്രാവശ്യം ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ചിത്രം. സഭ ഇല്ലായിരുന്നെങ്കിൽ മാത്തുറ്റി പണ്ടേ പരാജയപ്പെടുമായിരുന്നു. സഭ കട്ടയ്ക്ക് നിന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ പുള്ളി ജയിച്ചുകൊണ്ടിരുന്നതിന്റെ വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭാഗ്യം. എല്ലാ കാലത്തും പുള്ളിക്കൊരു UDF-ന്റെ വിമതൻ, ശക്തനായ ഒരു വിമതൻ രംഗത്തുണ്ടാവും. അത് ഏറെ സഹായകരമാകും. അവൻ കൊണ്ടുപോകും ഒരു 15,000 വോട്ട് 20,000 വോട്ടിനടുത്ത് കൊണ്ടുപോകും. അപ്പം ന്യായമായിട്ടും പുള്ളിക്കുള്ള കിട്ടി, പുള്ളി ജയിക്കുകയും ചെയ്യും. ഇതൊരു വലിയ ഫാക്ടറുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഈ വിമത സ്വരം തുടക്കത്തില് പുതുശ്ശേരിയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് ശക്തമായില്ല. അത് എല്ലാവരും കൂടി ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എങ്ങനെയും UDF-നെ തിരുവല്ല തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇത് പുള്ളിയുടെ കൂടെ എക്കാലത്തും കൂടുന്നവരെയൊക്കെ പുള്ളി വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മാറ്റിട്ട്. ഞാൻ തന്നെ 2011 അന്ന് PC തോമസ് ഞാൻ 2007 വരെ CPM ആയിരുന്നു. CPM ഞാൻ മാറിയത് സഭയിൽ നിരന്തരമായിട്ട് സഭയുടെ മാസികയിൽ എഴുതുന്നുണ്ടായിരുന്നു. ലേഖനങ്ങൾ എഴുതുന്നത് കൊണ്ടും അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറും കൂടെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ പിന്നീട് പേര് മാറി. പിന്നെ CPM-ന്റെ അകത്ത് ചവിട്ടും കൂടെ കൂടിയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനെങ്കിലും ഇതിൻ്റെ അകത്ത് ചവിട്ടുകൊള്ളണം എന്നുള്ള രീതിയും കൂടിയാണ് മാറാനുള്ള കാരണം. 2 കൊല്ലം വെറുതെ നിന്നപ്പോഴാണ് അന്നത്തെ ഏരിയ സെക്രട്ടറി കൊച്ചിപ്പൻ മാപ്പിള എന്നെ നിർബന്ധിച്ച് PC തോമസ് ഇടതുപക്ഷത്തോട്ട് വന്നപ്പം അതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ PC തോമസിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പത്തനംതിട്ട 3 കൊല്ലക്കാലം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മാറി. ഞാൻ പിള്ളേരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ മാറി, അല്ലെങ്കിൽ പിള്ളേരൊന്നും ആകത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടങ്ങ് പോവുകയായിരുന്നു. എങ്കിൽ പോലും നമുക്ക് ഇടതുപക്ഷക്കാരൻ എന്നുള്ള ചിന്താഗതിയിലും അതുപോലെ തന്നെ ആ ഒരു പേരിലുമാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു മാറ്റം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം തീർത്തും ഒരു നിർഗുണനാണ് മാത്തുറ്റി. മാത്തുറ്റിയുടെ ഒരു കാര്യവും നമ്മൾ പറഞ്ഞാൽ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, മാത്തുറ്റിയുടെ ശരീരത്തിന് കേടുണ്ടാകാത്ത രീതിയിലേ മാത്തുറ്റി നിൽക്കത്തുള്ളൂ. ഗുണമില്ലാത്ത ഒരിടത്തും മാത്തുറ്റി പോയി നിൽക്കത്തില്ല. നമ്മളെ ആര് ചവിട്ടാൻ നിൽക്കുന്നു അവൻ്റെ കൂടെ കൂടും. ആ പുള്ളിക്കൊരു ഗുണം അവനെ കൊണ്ടാണെങ്കിൽ അവരുടെ കൂടെ കൂടും. അത് പൊതുവെ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും അതിൻ്റെ അകത്തൊരു ശുദ്ധതയില്ല പുള്ളിയെ സംബന്ധിച്ച്. 2011 പുള്ളിയുടെ ഈ പ്രചരണ ജാഥ നടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫുൾ ടൈം പ്രാസംഗികനായിരുന്നു ഞാൻ. അന്ന് പോലും പുള്ളിക്ക് അനുകൂലമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ദിവസം പോലും നമ്മളെ ഉറക്കി കിടത്താത്ത രീതിയിൽ വെളുപ്പാങ്കാലത്ത് വണ്ടി വന്ന് നമ്മളെ കൊണ്ടുപോകും. ഫുൾ ടൈം പ്രാസംഗികനായിട്ട് നമ്മൾ അവശനായിട്ടാണ് എത്രയോ ദിവസമായിട്ട്. എന്നിട്ട് പോലും ആ ഒരു സ്നേഹം പിന്നീട് പുള്ളിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ പിന്നോക്കം ചിന്തിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് പുള്ളിയോട് ഒരു പ്രാവശ്യം അടുത്ത് കൂടിയിട്ടുള്ളവരൊക്കെ നിരാശരായിട്ട് പിന്നോക്കം വലിഞ്ഞിട്ടുള്ളവരാണ്. അതാണ് ഈ കാലഘട്ടത്തിൽ കൊണ്ടുണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മാമത്തായി MLA ഉണ്ടാക്കിയ ഒരു ഓളം ഇതുവരെ പുള്ളിക്ക് നടത്താനോ അത്തരത്തിലേക്ക് പ്രവർത്തിപ്പിക്കാനോ പുള്ളിക്ക് സാധിച്ചിട്ടില്ല. മാമത്തായി മറ്റൊരു ഉമ്മൻചാണ്ടിയായിരുന്നു തിരുവല്ല സംബന്ധിച്ച്. ആരും ഏത് പാതിരാത്രിക്കും നട്ടപ്പാതിരാത്രിക്കും ഉപകാരത്തിന് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ഉപേക്ഷിക്കത്തില്ല. പുള്ളി അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു വലിയ വിടവ് തിരുവല്ലയ്ക്ക് അതുകൊണ്ട് ആ വിടവ് ഒരിക്കലും മാത്തുറ്റിക്ക് നികത്താൻ പറ്റിയിട്ടില്ല. മാത്തുറ്റി 2011 ജയിച്ച് വരുന്ന സമയത്ത് തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരു
അനുമോദന സമ്മേളനം നടത്തിയപ്പോൾ കുറച്ച് പേര് നേതാക്കന്മാർ മാത്രമൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് മാത്തിറ്റിയുടെ അന്ന് അനന്തവൻ സാർ എന്ന ജില്ലാ സെക്രട്ടറി അനന്തവൻ സാർ ഉൾപ്പെടെ പറഞ്ഞത് മാത്തിറ്റി ഇനി മുഹമ്മദായി പോലെ ഉയർന്നു വരണം എന്ന് പറയുമ്പോൾ മാത്തിറ്റിയുടെ മറുപടി പറഞ്ഞു, ഞാൻ മുഹമ്മദായി ആകാൻ ഒരിക്കലും ഇല്ല, ഞാൻ മാത്തിറ്റിയായിട്ട് മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റൂ. അതൊരു ഒരു കാരണം. സത്യത്തിൽ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ശരിയാ, മറ്റൊരാൾക്ക് ഒരു മുഹമ്മദായി ആകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 10% ആ പാതയിലൂടെ പോകാൻ പുള്ളിയെ കൊണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും ഒരു ഉപകാരവും ഒരു കാലത്തും ചെയ്തു കൊടുക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെ ഒത്തിരി നെഗറ്റീവ് ഫാക്ടറാണ് മാത്തിറ്റിക്ക്. പിന്നെ കല്യാൺ ജുവലേഴ്സിന്റെ ഒക്കെ വിഷയം ഇവർ എടുത്തിടുന്നുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 67 പേര് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരു കക്ഷി ബ്ലസീമാണ്. കാരണം ബ്ലസിയുടെ കെട്ടിടം നിൽക്കുന്നതിന്റെ തുടക്ക ഭാഗത്താണ്, ദീപ ജംഗ്ഷനിലാണ്. അതാണ് കല്യാൺ ജുവലേഴ്സിന്റെ ആ വലിയ ബിൽഡിംഗ്. അപ്പം വീതി കൂട്ടുന്ന സമയത്ത് ബ്ലസിയുടെ സ്ഥലവും പോകും. അപ്പം അത് പോകാതിരിക്കും ബ്ലസീം ആ കൂട്ടത്തിൽ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ഇപ്പം സിപിഎംകാരെ എടുത്ത് അതൊക്കെ ഇട്ട് അലക്കുന്നുണ്ട്.